യഥാർത്ഥത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക ആസ്ഥാനത്തായില്ല. അദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള ആളുകൾ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ SFI പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി വളർന്നു വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്ന നേതൃത്വ നിരയിലേക്ക് 32ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്. ആ 32ാമത്തെ വയസ്സിൽ CPM പോലെയുള്ള ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര സംഭവമാണ്. 38ാമത്തെ വയസ്സിൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറുമായി. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലോക സമ്മേളനങ്ങളിലൊക്കെ VMSും സൂർജിത്തും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുള്ള നേതാവായിരുന്നു യെച്ചൂരി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു പഠനം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവിടെ പല നേതാക്കന്മാരും സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരത്തിലാണ് യെച്ചൂരിയുടെ വേർപാടുണ്ടായിട്ടുള്ളത്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശരിയായ ദിശയിലേക്ക് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന രൂപത്തിൽ ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കാനും അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, 1ാം UPA ഗവൺമെൻറ്റിൻ്റെ അതിനെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗവും കൂടിയായിരുന്നു അദ്ദേഹം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. യെച്ചൂരിയുടെ അകാലത്തുള്ള വേർപാട് CPIMനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മതേതര പാർട്ടികൾക്കും മതേതര കക്ഷികൾക്കും നികത്താൻ പറ്റാത്തൊരു നഷ്ടം തന്നെയാണ് അത് എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ഏതായാലും ജനിച്ചാൽ ഒരിക്കലും മരിക്കണം. പക്ഷെ ഇത്ര നേരത്തെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു പ്രയാസമാണ് നമുക്കെല്ലാം ഉള്ളത്. യെച്ചൂരിയുടെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നത്.